ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. രേണുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രേണുവിനെ മാത്രമല്ല, ഫിറോസും സുധിയുടെ മക്കളും അതിനോടൊപ്പം തന്നെ ബിഷപ്പും ഇതിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ അടയാളപ്പെടുത്തുകയും വേണം. ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഷോർട്ട് മൂവിയും ആൽബങ്ങളും എല്ലാം ചെയ്ത് രേണു അങ്ങനെ കയറി വന്നു. സോഷ്യൽ മീഡിയ വഴി ബിഗ് ബോസിലെത്തി. ബിഗ് ബോസിൽ ഒരു 35 ദിവസം കഴിഞ്ഞു. അതിനുള്ള പേയ്മെൻറ്റ് വാങ്ങി പുറത്തേക്ക് വന്നപ്പോൾ രേണു വിദേശത്തേക്ക് ഉദ്ഘാടനത്തിന് പോയി. വിദേശത്ത് പോയി 3-4 തവണ പോയി. ഓരോ തവണ പോകുമ്പോഴും രേണുവിന് നല്ല പേയ്മെൻറ്റും സൗകര്യങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം രേണു ഇപ്പോൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ 1ാം നിരയിലെ താരമാണ്. അതിനിടയ്ക്ക് രേണു പലപ്പോഴായി വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതിൽ കാറ് വാങ്ങിച്ചതായിട്ട് കണ്ടു ഒരിക്കൽ. ആദ്യം കിച്ചു കാറ് വാങ്ങിച്ചു. കിച്ചു കാറ് വാങ്ങിച്ചത് കണ്ടപ്പോൾ രേണുവിനും ഒരു കാറ് വേണമെന്ന് തോന്നി. നല്ലതാണ്. സുധിയുടെ മൂത്ത മകൻ, അമ്മയില്ലാത്ത കിച്ചു ഒരു കാറ് വാങ്ങിച്ചത് കണ്ടപ്പോൾ ആ ഒരു പ്രചോദനം രേണുവിനെ ഒരു കാറിലെത്തിച്ചു. രേണുവും കാറ് വാങ്ങി. ഇതുപോലെ ജോലി ചെയ്ത് കാശുണ്ടാക്കി ഒരു വീടും കൂടെ വാങ്ങിയാൽ രേണു ഒരു പക്വതയുള്ള, നല്ല അറിവും വിവരവുമുള്ള ഒരു സ്ത്രീയായി മാറുകയാണ്. പക്ഷേ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തെറിപറച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിദേശത്ത് പോയി വന്നപ്പോൾ രേണു ആകെ മാറി. എങ്ങനെ മാറി? സ്വഭാവത്തിൽ യാതൊരു മാറ്റവും രേണുവിനില്ല. രേണു പണ്ട് എങ്ങനെയൊക്കെയാണോ പറഞ്ഞത്, അതായത് ബിഗ് ബോസിലും വിദേശത്തൊക്കെ പോകുന്നതിന് മുമ്പ് രേണു എങ്ങനെയാണോ സംസാരിച്ചത്, അതുപോലെ തന്നെ വന്നിരുന്ന് ഓരോരുത്തരെയും പറയാൻ തുടങ്ങി. ഫിറോസിനെയും ബിഷപ്പിനെയും എല്ലാം അങ്ങനെ കുറ്റപ്പെടുത്തലുകളുമായി വന്നു. അതെല്ലാം കഴിഞ്ഞു. രേണു വീണ്ടും പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഉദ്ഘാടനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉദ്ഘാടനമുണ്ടെങ്കിൽ ഫോൺ പൊക്കി പിടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം, ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഷാർജയിലാണെന്ന് പറയുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു തോന്നൽ രേണുവിന് വന്നു. അതുകൊണ്ട് രേണു എന്ത് ചെയ്തു? രേണു അവർ അയച്ചിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഫോണിൽ കൊണ്ടുവന്നിട്ടത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം ഒരു ആഴ്ച മുമ്പ് ബിഷപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ. ആ വീഡിയോയിൽ പറയുന്നത് ബിഷപ്പ് കൊടുത്തിരിക്കുന്ന സ്ഥലം തിരിച്ച് ചോദിച്ചിരിക്കുന്നു. കാരണം ബിഷപ്പിനെ കുറിച്ച് വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും 3 മാധ്യമങ്ങളിൽ കൂടെയും ബിഷപ്പിനെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു രേണു എന്നാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് രേണു. ആ വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. രേണു സുധി മരിച്ചു, വരുമാനമാർഗമൊന്നും ഇല്ലാതായി. 2 കുട്ടികൾ, മൂത്തവൻ പഠിക്കുകയായിരുന്നു, രണ്ടാമത്തത് നഴ്സറിയിൽ പോകുന്നൊരു ചെറിയ കുട്ടിയായിരുന്നു. നാട്ടുകാരും കുറേ സിനിമയും സീരിയലും കോമഡിയും ഒക്കെ കലർന്ന പരിപാടിയിലുള്ളവരെല്ലാവരും തന്നെ കുറച്ച് കാശൊക്കെ ഏർപ്പാടാക്കി രേണുവിൻ്റെ കയ്യിലേൽപ്പിച്ചു. അത് ആ കുട്ടികൾ പട്ടിണിയാകാതെ
നമ്മുടെ വീട്ടിലെ ഏക ആശ്രയമായ നമ്മുടെ കുടുംബനാഥൻ വേർപെട്ടു പോകുമ്പോഴുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ സാമ്പത്തികമായും നമ്മൾ തകർന്നു പോകുമ്പോൾ എല്ലാം പോയി എന്നതിൽ അവൾക്ക് ഒരു ധൈര്യം കൊടുക്കാനും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു പാരിതോഷികമായി എല്ലാവരും കൂടെ പിരിവെടുത്ത് കുറേ കാശൊക്കെ കൊടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു ഒരു ഷോർട്ട് മൂവിയിൽ അഭിനയിക്കുന്നതും ചാന്തുപൊട്ടിലെ പാട്ടെടുത്ത് കോഴിക്കോട് ദാസേട്ടൻ്റെ കൂടെ ചാന്തുപൊട്ടിലെ പാട്ടിൻ്റെ ആ സീൻ അതേപോലെ തന്നെ അഭിനയിച്ചാണ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായി കൊണ്ടുവരുന്നത്. അതിനുശേഷം എത്രയോ ആൽബങ്ങളും വീഡിയോകളും ഷോർട്ട് മൂവികളിലും എല്ലാം രേണു അഭിനയിച്ചു. രേണുവിന് തക്കതായ പ്രതിഫലവും കിട്ടി. അങ്ങനെയിരിക്കെ ബിഷപ്പ് സ്ഥലം കൊടുക്കുന്നു. KHFDCയുടെ ഫിറോസ് മുന്നിട്ടിറങ്ങി കുറേ നല്ലവരായ സുഹൃത്തുക്കളിൽ നിന്നും പണം കളക്ട് ചെയ്ത് അതുകൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. 6 മാസം കഴിയുമ്പോൾ വീടിന് ചോർച്ച തുടങ്ങുന്നു. വീട് ഭിത്തികളെല്ലാം പൊട്ടാൻ തുടങ്ങിയെന്ന് പറയുന്നു. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആ വീട് വീണ്ടും റിപ്പയറൊക്കെ ചെയ്ത് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഫിറോസ് ആളെ വിട്ട് നന്നാക്കിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴിതാ രേണു ബിഗ് ബോസിലൊക്കെ പോയി വന്ന ശേഷം രേണുവിന് വിദേശത്തുള്ള പരിപാടികൾ കിട്ടുന്നു. പരിപാടികളിലൂടെ രേണുവിന് സമ്പാദ്യങ്ങൾ കൂടുന്നു. സമ്പാദ്യം കൂടിയപ്പം രേണു തലയും മറന്നു, നിലയും മറന്നു, ആകെ വെപ്രാളവും എല്ലാം കൂടെ ഇതെല്ലാം ഇത്രയും ഒരു വലിയ നിലയിൽ ഞാൻ എത്തിയല്ലോ എന്നുള്ള അഹങ്കാരവും കൂടിയായപ്പോൾ രേണുവിൻ്റെ കയ്യിലൊന്നും രേണുവിൻ്റെ ജീവിതം നിൽക്കുന്നില്ല. രേണു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രേണു വന്ന് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതിനേക്കാൾ ഓരോ യൂട്യൂബ് ചാനലുകാരും അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ളവർ ഒരു ഫോണും ക്യാമറയുമായി ഇങ്ങനെ ഫോണിലെ ക്യാമറയും ഓണാക്കി രേണു എവിടേക്ക് പോകുന്നു, രേണു എന്ത് പറഞ്ഞു, രേണു അങ്ങനെ പറഞ്ഞോ, രേണു ഇങ്ങനെ പറഞ്ഞു, ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും ആ പെൺകുട്ടിയോട് ചോദിച്ച് അത് ചോദിക്കും തോറും ആ പെൺകുട്ടിക്ക് കൂടുതൽ സ്പിരിറ്റ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഊർജം കൂടി എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയാത്ത രീതിയിൽ എല്ലാവരെയും വീണ്ടും തെറി വിളിക്കാൻ തുടങ്ങി. ഫിറോസിനെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ബിഷപ്പച്ചനെയും വിളിച്ചിട്ടുണ്ട്. ഈ ബിഷപ്പിനെയും ഫിറോസിനെയും ഒക്കെ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാവാം ബിഷപ്പ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. രേണുവിനെ കൊടുത്തിരിക്കുന്ന ആ സ്ഥലം, രേണുവിനല്ല, രേണുവിൻ്റെ 2 മക്കളുണ്ടല്ലോ സുധിയുടെ, അവർക്ക് കൊടുത്തിരിക്കുന്ന വീട് സ്ഥലം തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ബിഷപ്പിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വീഡിയോസുകളൊക്കെ, ബിഷപ്പ് മോശമാണ് എന്ന് തന്നെയാണ് രേണു പറയുന്നത്. ഈ രേണു ഒരിക്കലും അത് പറയാൻ പാടില്ല. രേണുവിന് ബിഷപ്പിനെ കുറിച്ചൊന്നും അറിയില്ല. രേണു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പോലെ ബിഷപ്പ് വന്നിരിക്കാറുമില്ല. ഒരുപാട് പേര് രേണുവിൻ്റെ ഇതേ കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് അതെല്ലാം രേണു കണ്ടിട്ടുമുണ്ട്. രേണുവിൻ്റെ പെൺസുഹൃത്തുക്കളും ആൺസുഹൃത്തുക്കളും അവൾക്ക് ഇട്ടുകൊടുക്കാറുമുണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം രേണു വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ രേണുവിന് വിവരമില്ല എന്ന് പറയാൻ പറ്റില്ല. രേണുവിന് എന്തെങ്കിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ, സ്വന്തം മനസ്സിനെയും സ്വന്തം നാക്കിനെയും കൺട്രോളിൽ കൊണ്ടുപോകാൻ അവനവനെ കഴിയാത്തിടത്തോളം നമ്മൾക്കൊരു വിജയമില്ല. മറ്റുള്ളവരുടെ ശാപവാക്കുകളും കുത്തുവാക്കുകളും കേട്ട് എന്തിനാണ് രേണു നീ ഇതിനിറങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിഷപ്പാണോ ഫിറോസാണോ രേണുവിൻ്റെ കൂടെ നിന്നിട്ട് സ്ഥലവും വീടും കൊണ്ട് തിരിച്ചെഴുതി വാങ്ങുന്നത് എന്നുള്ളത്? എന്തിന് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് നമ്മളെ ചളിക്കുഴിയിലോട്ടും പടുകുഴിയിലേക്കും എത്തിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഓരോ സ്ത്രീകളും ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇതൊരു നാഥനില്ല കളരിയാണ്. രേണു എങ്ങനെ വരും മുന്നോട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് തരിക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.